ദക്ഷിണാമേരിക്കയിലെ കൊളംബിയ ഇന്ത്യയുടെ മൂന്നിരട്ടി ആളോഹരി വരുമാനമുള്ള ഒരു വലിയ രാജ്യമാണ്. വെനീസ്വലക്കും ബ്രസീലിനും അടുത്താണ് കൊളംബിയ സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് പസഫിക് സമുദ്രമാണ്. കേരളത്തിൻ്റെ 30 ഇരട്ടി വലുപ്പമുണ്ടാകും. ഏകദേശം 5 കോടി ആളുകൾ കൊളംബിയയിൽ താമസിക്കുന്നു. എല്ലാവരും സ്പാനിഷ് ഭാഷയാണ് സംസാരിക്കുന്നത്. ധാരാളം മഴക്കാടുകളും കുന്നിൻ പ്രദേശങ്ങളും പുൽപ്പരപ്പുകളും ഈ രാജ്യത്തിലുണ്ട്. ചരിത്രപരമായി ഒരു കാർഷിക പ്രധാന രാജ്യമായിരുന്നെങ്കിലും അടുത്ത കാലത്തായി വ്യവസായവൽക്കരണം നടന്നിട്ടുണ്ട്. ഇപ്പോൾ കൃഷിയിൽ നിന്നുള്ള വരുമാനം 15% ചുരുക്കിയിട്ടുണ്ട്. ധാരാളം പ്രകൃതി വിഭവങ്ങളുള്ള ഒരു രാജ്യമാണ് കൊളംബിയ. ഖനന മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ധാതു ലവണങ്ങളും വന ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നു. അതുപോലെ വാഹനങ്ങളും പെർഫ്യൂമുകളും കോസ്മെറ്റിക്സും മിലിറ്ററി ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നു. കൂടുതൽ വ്യാപാരം നടത്തുന്നത് അമേരിക്ക, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായും യൂറോപ്യൻ യൂണിയനുമായിട്ടാണ്. അടുത്ത കാലത്തായി വമ്പിച്ച സാമ്പത്തിക വളർച്ച ഉണ്ടാവുകയും അനേകം ശതകോടീശ്വരന്മാർ ഈ രാജ്യത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഗ്രാമങ്ങളിൽ ഇപ്പോഴും ദാരിദ്ര്യമുണ്ട്. മയക്കുമരുന്ന് കള്ളക്കടത്തുകാരുടെ ശല്യം രാജ്യത്ത് എല്ലായിടത്തുമുണ്ട്. കുറ്റകൃത്യങ്ങളും കൂടുതലാണ്. ഉയർന്ന നഗരവൽക്കരണം നടന്ന ഒരു രാജ്യമാണ് കൊളംബിയ. ജനസംഖ്യയിൽ 77% നഗരങ്ങളിലാണ് താമസിക്കുന്നത്. തലസ്ഥാനമായ ബൊഗോട്ട നഗരത്തിൽ 73 ലക്ഷം ജനങ്ങളും, മെഡലിൻ നഗരത്തിൽ 23 ലക്ഷം ജനങ്ങളും, കാലി നഗരത്തിൽ 21 ലക്ഷം ജനങ്ങളും താമസിക്കുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനവും സാംസ്കാരിക തലസ്ഥാനവും ബൊഗോട്ട തന്നെയാണ്. 500 വർഷം പഴക്കമുള്ള കൊട്ടാരങ്ങളും ആധുനികമായ കെട്ടിടങ്ങളും ഇവിടെ കാണാം. നഗരത്തിനുള്ളിൽ ധാരാളം പാർക്കുകളും ബൈസിക്കിൾ ട്രാക്കുകളുമുണ്ട്. 500 കിലോമീറ്ററോളം ബൈസിക്കിൾ ട്രാക്കുള്ള ഒരു നഗരമായി ബൊഗോട്ട സിറ്റി അറിയപ്പെടുന്നു. എപ്പോഴും ഉണർന്നിരിക്കുന്ന, ആവേശമുള്ള, ഉത്സാഹമുള്ള ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നഗരമാണ് ബൊഗോട്ട. എപ്പോഴും ഒരു എനർജി ഇവിടെ ത്രസിച്ചു നിൽക്കുന്നതായി കാണാം. ലോകത്തിലെ ഏറ്റവും മഹത്തായ നഗരങ്ങളിൽ ഒന്നാണ് ബൊഗോട്ട എന്ന് ന്യൂയോർക്ക് ടൈംസ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. 8 നിരയിൽ വാഹനമൊഴുകുന്നതിൻ്റെ 2 വശത്തുമായി ബൈസിക്കിൾ ലൈൻസ് ബൊഗോട്ടയിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. ധാരാളം സർവകലാശാലകളും മ്യൂസിയങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും ഈ നഗരത്തിലുണ്ട്. ബൊഗോട്ട നഗരത്തിൽ മേയറായി സ്ഥാനമേറ്റെടുക്കുന്ന ഓരോ വ്യക്തിയും നഗരത്തെ എങ്ങനെ പരിഷ്കരിക്കാമെന്ന ഗാഢമായ ചിന്തയിലാണ്. കൂടുതൽ സൈക്കിൾ ട്രാക്കുകളും കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ടും പ്രോത്സാഹിപ്പിക്കുകയും കാറുകളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുക എല്ലാ മേയർമാരുടെയും പ്രവർത്തന രീതിയാണ്. ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് 4 വർഷം മുമ്പ് വരെ മേയറായിരുന്ന എൻറിക്യു പെനാലോസയാണ്. അദ്ദേഹം പറഞ്ഞു, ദരിദ്രർ പോലും കാറിൽ യാത്ര ചെയ്യുന്നത് ആധുനികമായ ഒരു നഗരത്തിൻ്റെ ലക്ഷണമല്ല. ധനികർ പോലും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നതാണ് ആധുനികമായ ഒരു നഗരത്തിൻ്റെ ലക്ഷണം. അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ഈ നഗരത്തിൽ ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോഴത്തെ മേയറായ ക്ലോഡിയ ലോപ്പസ് ഹെർണാണ്ടസ് ഇടതുപക്ഷ പരിസ്ഥിതി അനുകൂല രാഷ്ട്രീയ സംഘടനയുടെ നേതാവാണ്. മെട്രോ മെട്രോ മോർ മെട്രോ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് അവർ ഇലക്ഷനിൽ ജയിച്ചത്. പ്രധാനപ്പെട്ട പല റോഡുകളിലും കാറുകൾ നിരോധിക്കുകയും ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും കാറുകളുടെ സഞ്ചാരം നിയന്ത്രിക്കുകയും ചെയ്ത് അവർ വലിയ ജനപ്രീതി നേടി. ഇപ്പോൾ ലക്ഷക്കണക്കിന് ബൊഗോട്ടക്കാർ ബൈസിക്കിൾ വഴിയാണ് യാത്ര ചെയ്യുന്നത്. കൊളംബിയയിലെ ഭക്ഷണം സ്പാനിഷ് സ്വാധീനത്തിന് പുറമെ ആഫ്രിക്കൻ അറേബ്യൻ സ്വാധീനം കൂടി കലർന്നതാണ്. ടപ്പാസ് മക്കാറീന റെസ്റ്റോറൻറ്റ് മികച്ച സ്പാനിഷ് ഭക്ഷണം നൽകുന്നു. ലാ മോൺഫറീന റെസ്റ്റോറൻറ്റ് മികച്ച ഇറ്റാലിയൻ ഭക്ഷണം നൽകുന്നു. ചിപ്കോംബിയ റെസ്റ്റോറൻറ്റ് പ്രാദേശികമായ കൊളംബിയൻ വിഭവങ്ങളാണ് നൽകുന്നത്.